ഹായ് നമസ്കാരം. AVS വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരമുറ്റം ക്വിസിൽ LP വിഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആകെ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ട്? ഇന്ത്യയിൽ ആകെ 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. എന്നാൽ അതിനു വടക്കായി ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം ഉണ്ടായിരുന്നു. പിന്നീട് ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഭജിച്ചത് കൊണ്ടാണ് ഹിമാചൽ പ്രദേശ് വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമായി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തായി കാണപ്പെടുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തായി കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് പടിഞ്ഞാറേ അറ്റത്തായി കാണപ്പെടുന്ന സംസ്ഥാനം. നമുക്ക് മാപ്പ് നോക്കി ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം കൃത്യമായ സ്ഥാനം മനസ്സിലാക്കാം. ഇന്ത്യയുടെ 4 ദിക്കുകളിലായി കാണപ്പെടുന്ന ഏറ്റവും അറ്റത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് മക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് സംസ്ഥാനത്തെയാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനം വിഭജിച്ചാണ് തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത്? ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തെ വിഭജിച്ചാണ് തെലങ്കാന എന്ന സംസ്ഥാനം രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം. ഇന്ത്യയിലാകെ 22 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. പ്രാദേശികമായി ധാരാളം ഭാഷകളുണ്ടെങ്കിലും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ 22 എണ്ണമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഹിന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ. അടുത്ത ചോദ്യം, തീ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം. അടുത്ത ചോദ്യം, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? നിക്കോട്ടിൻ എന്ന വിഷപദാർത്ഥമാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാതകം. എന്നാൽ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകവും ഓക്സിജൻ തന്നെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ ട്രെയിൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിലാണ് ഇത് ഓടുന്നത്. 89 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. 2026 ജൂലൈ 17 നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രജൻ ട്രെയിനാണ് നമോ ഗ്രീൻ ട്രെയിൻ. അടുത്ത ചോദ്യം, രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ മലയാളി ആരാണ്? അനിൽ മേനോനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ മലയാളി. അടുത്ത ചോദ്യം, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 നാം തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഏത് ദിവസമാണ് നാം ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത്? ഏപ്രിൽ 22 നാം ലോക ഭൗമ ദിനമായി ആചരിക്കുന്ന ദിവസം. അടുത്ത ചോദ്യം, ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 16 നാം ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AK ഗോപാലൻ്റെ ആത്മകഥ ഏതാണ്? എൻ്റെ ജീവിതകഥ എന്നാണ് AK ഗോപാലൻ്റെ ആത്മകഥയുടെ പേര്.
അടുത്ത ചോദ്യം, സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ആദിത്യ 1 എന്നാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ഉപഗ്രഹത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? മംഗൾയാൻ എന്നാണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഒറൈസ സെറ്റൈവ എന്നാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. അടുത്ത ചോദ്യം, കടലാസു കൊണ്ട് ഒരു ക്യൂബ് ഉണ്ടാക്കുന്നതിന് ഒരേ വലിപ്പമുള്ള എത്ര സമചതുര കടലാസുകൾ വേണം? എ 4, ബി 5, സി 6, ഡി 7. ഈ ചോദ്യം മക്കൾക്കുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, താങ്ക് യു.